സബ്നസ് ഫാമിലി വ്ലോഗ്സിന്റെ വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാടിനെ സൗന്ദര്യ റാണിയാക്കുന്ന പുഷ്പോത്സവമാണ് പൂപ്പൊലി. നിങ്ങളും പൂപ്പൊലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേരള കാർഷിക ഗവേഷണ സർവകലാശാലയുടെ അമ്പലവയലിലുള്ള റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനാണ് പൂപ്പൊലി നടത്തുന്നത്. വളരെ വ്യത്യസ്തമായ തലത്തിൽ വിവിധ ഇനങ്ങളിലുള്ള പുഷ്പഫല സസ്യ പ്രദർശനമാണ് പൂപ്പൊലി പുഷ്പോത്സവത്തിൽ ഉണ്ടാവുക. വയനാടിന്റെ ടൂറിസം വളർച്ചയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഈ അന്താരാഷ്ട്ര പുഷ്പോത്സവ മേള നടക്കുന്ന പൂപ്പൊലി ഗാർഡൻ കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷം മുഴുവൻ ഓപ്പൺ ആണെന്നുള്ളതാണ്. ഫ്ലവർ ഷോ കഴിഞ്ഞാലും നമുക്ക് അവിടെ പോകാനും കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിയും. വിവിധ ഇനം കോഴികൾ, പ്രാവുകൾ, അപൂർവ ഇനം തത്തകൾ, താറാവുകൾ എന്ന് വേണ്ട ഗിനിപ്പന്നി വരെ ഇവിടെയുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ റൈഡുകൾ, ഊഞ്ഞാലുകൾ, സെൽഫി പോയിന്റ്സ് തുടങ്ങി ഒരു ചെറിയ ട്രിപ്പ് അടിപൊളിയാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ ഒരു മയിലിൻ്റെ ആകൃതിയിൽ ചെടികളൊക്കെ ഇങ്ങനെ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന അമ്പൂസിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദൂരം ഞങ്ങൾ അങ്ങനെ നടന്നു. പിന്നെ അമ്പൂസിനെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ചു കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. കുട്ടികളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, കിച്ചാണി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി വീഡിയോസ് എടുക്കാനായിട്ട് അവർ 3 പേരും മൊബൈലും പിടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഏട്ടനും ഞാനും കുറേ നേരം ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് സംസാരിച്ചുകൊണ്ട് നടന്നു കേട്ടോ. പിന്നെ കുറേ നേരം കുട്ടികളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒരു കുഞ്ഞു പാർക്കുണ്ട്, കണ്ടില്ലേ? അവിടേക്കുള്ള എൻട്രിയാണ് ഈ പൂവിൻ്റെ കൂടാരം. അതിലെയാണ് ഓടി വരുന്നത് അമ്പൂസ് കേട്ടോ. ഇവിടെ സെൽഫി പോയിന്റ്സ് ഒക്കെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴികളെ കാണാം, താറാവുകളെ കാണാം. അതുപോലെ തന്നെ കുറേ മൃഗങ്ങളുണ്ട്, ഗിനിപ്പന്നി അടക്കം കുറേ സംഭവങ്ങൾ അവിടെയുണ്ട്. പിന്നെ അതുപോലെ ഈ കുഞ്ഞു പാർക്കിൽ കുറേ നേരം കുട്ടികളുടെ കൂടെ കളിക്കാം. നല്ല രസമായിരുന്നു. പിന്നെ ഈ മരത്തീവണ്ടി കണ്ടോ, അതാണ് ഇവിടുത്തെ മുഖ്യ താരം. കുട്ടികൾ മാത്രമല്ല, ഞങ്ങളും ആ തീവണ്ടിയിൽ കയറിയിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ റീൽസ് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ആസ്വദിച്ചു. നല്ലൊരു സൺഡേ ഞങ്ങൾക്ക് കിട്ടി. കുറേ നേരം ഞങ്ങൾ ആ ബെഞ്ചിലിരുന്ന് ഞാനും ഏട്ടനും കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു. കുട്ടികളും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ ഓരോന്ന് പറഞ്ഞ് കേട്ട് ചിരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഒരു ഞായറാഴ്ച സാർത്ഥകമായി. എന്തായാലും ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരികെ നടന്നു കേട്ടോ. പിന്നെ ഒരു 6:30 വരേക്കും നമുക്ക് സന്ദർശകർക്ക് അവിടെ നിൽക്കാനുള്ള ഒരു പെർമിഷനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും പുറത്തിറങ്ങണം. അപ്പോൾ ആ സമയമായപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അമ്പലവയലിൽ നിന്ന് തന്നെ ചായയും പരിപ്പോടയൊക്കെ കഴിച്ചു. കുട്ടികൾക്ക് അവരാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ശേഷം ഒരു കുടന്ന നിറയെ ഓർമ്മകളുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.